ഹായ്, പി കെ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ അതൊരു വലിയ സർപ്രൈസാണ്. പിന്നെ ആദ്യമേ തന്നെ പറയാം, ഇത് കാണുന്നതിന് മുന്നേ മിന്നുന്നതൊന്നും പൊന്നല്ല. പിന്നെ ഞങ്ങളിപ്പോൾ പോകുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിലെ ഈ റോഡ് സൈഡെല്ലാം ഇങ്ങനെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ടെൻഷനായിട്ടൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ സൈഡ് ഇങ്ങനെ ഫുൾ ഗോൾഡൻ കളറിൽ ഇങ്ങനെ പൂത്ത് നിൽക്കണ കാണുമ്പോൾ ഒരു മനസ്സിലേക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷം. തൃശ്ശൂർ വഴി ഇനി പോകുകയാണെങ്കിൽ എന്തായാലും ചുരം കയറുന്നതിന് മുമ്പായിട്ടാണ് ഈ സ്ഥലം. എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണേ. കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ റോഡാണെങ്കിലും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ആരും ഒന്നും വിചാരിക്കരുത്, കാറിന് മേലെ ഇങ്ങനെ കാല് കയറ്റിയിട്ട് കിടക്കണ കാണാൻ നല്ല എന്തോ വലിയ VIP ആണെന്ന് വിചാരിക്കല്ലേ. അതുകൊണ്ടല്ല, എൻ്റെ ചേച്ചിയുടെ മകനാണ്. അവൻ്റെ കാലിൽ അവിടെ ഒരു മുറിയുണ്ട്. അതുകൊണ്ട് താഴെ വെച്ചതെന്ന് വെച്ചാൽ കാലിങ്ങനെ മുട്ടിയിട്ട് ഭയങ്കര വേദന എന്ന് പറഞ്ഞിട്ട് കാല് പൊക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് തൃശ്ശൂർ തുരങ്കം കയറുന്നതിന് മുമ്പുള്ള റോഡാണ്, കുതിരാനിലെ. അപ്പോൾ ആ ഭാഗമൊക്കെ 2-3 വർഷം ഞങ്ങൾ ഇതിലെ എറണാകുളത്ത് പോകുമ്പോൾ കാണാറുണ്ട്. ഫുൾ ടൈം ഇവിടെ വർക്കായിരിക്കും, എന്തെങ്കിലും റോഡ് പണിതുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മളെപ്പോഴാണെങ്കിലും ആ വഴി പോകുമ്പോൾ ഈ ഒരു തുരങ്കത്തിൻ്റെ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ മനസ്സിലേക്ക് എന്തോ ഒരു വലിയ സങ്കടമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തുരങ്കത്തിനകത്തോട്ട് കയറാൻ പോകുമല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങൾ ഇതിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഒച്ചയുണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ കൂന്നൊക്കെ പറഞ്ഞ് കൂവി നിലവിളിച്ചിട്ട് അതിനകത്തോട്ട് കയറുക. പക്ഷേ പാട്ട് വെച്ച് സൗണ്ട് ഞങ്ങൾ ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്തില്ലേ, ഒന്ന് അധികം അവൻ്റെ കാല് വയ്യാത്തതിനെ കൊണ്ട് അവൻ അധികം ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട് മിണ്ടാണ്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. രണ്ടാമത് വന്നിട്ട് പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിലവിളിക്കുന്നതും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരില്ലേ. അതുകൊണ്ടാണ്. ഇല്ലയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ അടുത്തുള്ള വണ്ടിയിലുള്ളവരൊക്കെ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവരെന്തെങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട്. കാരണം അതിനകത്ത് ആ കുറച്ച് സമയമാണെങ്കിലും ഇങ്ങനെ കൂന്നൊക്കെ പറഞ്ഞാൽ നിലവിളിച്ച് ഒച്ച ഉണ്ടാക്കാൻ ഭയങ്കര രസമല്ലേ. ഇപ്പം ഞങ്ങൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ആ ഒരു അമ്പലത്തേക്കാണ്. ആ അമ്പലം നിങ്ങൾ കണ്ടു കഴിഞ്ഞു എന്ന് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഈ സ്ഥലമൊക്കെ ശരിക്കും പാലക്കാട് പോലെ തന്നെ ഇല്ലേ, പക്ഷെ പാലക്കാടല്ല, തൃശ്ശൂരാണ്. എന്തായാലും അത് പറയുന്നില്ല, സർപ്രൈസാണ്, കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇതാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രം. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അത് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം വരിക. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ ആ അമ്പലത്തിനകത്തോട്ട് കയറി കഴിയുമ്പോൾ നമ്മൾ വേറെ ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിൽ പോയ ഒരു ഫീലാണ്. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. പിന്നെ അത് കൂടാതെ അവിടെ എന്തൊക്കെയോ അന്ന് പ്രത്യേക പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ഫോണിൽ കണ്ടിട്ട് ഞങ്ങൾ പോയതായിരുന്നു. അപ്പോൾ അത് നമ്മൾ കാണുന്ന സമയത്ത് ആന ഒറിജിനൽ തോന്നുന്നില്ല, പക്ഷെ അത് ഒറിജിനൽ ആയിരുന്നില്ല. അത് എന്തോ കറണ്ടിൽ എന്തോ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. ഇങ്ങനെ ചെവി ഇങ്ങനെ ആട്ടിക്കൊണ്ടേ ഇരിക്കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പോയി വീഡിയോ ഫോട്ടോസും അങ്ങനെയൊക്കെ എടുത്തു. എല്ലാം ആ അമ്പലത്തിൻ്റെ ഫുൾ കാണാനായിട്ട് നല്ല കൊത്തുപണിയും അങ്ങനെ എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. ശരിക്കും പറഞ്ഞാൽ സ്വർഗം ഭൂമിയിൽ ഉള്ളതുപോലെ ഒരു അമ്പലം. അത്രയ്ക്കും ഭംഗി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭംഗിയുള്ളൊരു അമ്പലം. കാണാൻ നല്ല ചന്തമായിരുന്നു. അതേപോലെ അന്ന് ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇതിൻ്റെ ഈ അകത്ത് മാത്രമല്ല, പുറത്താണെങ്കിലും അതുപോലെ ഓരോ ശില്പങ്ങളും കാണാൻ എന്ത് ചന്തമായിരുന്നു. ഫുൾ ഗോൾഡ് കൊണ്ട് അവർ ഗോൾഡിൻ്റെ ഇതുകൊണ്ടാണ് വർക്ക് ഫുൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലെല്ലാം നല്ല വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൊത്തുപണിയുണ്ടല്ലോ, അത് ഈ മരത്തിൻ്റെ കൊണ്ടാണെങ്കിൽ ശരി, മേലെയും എല്ലാം ഈ പണ്ടത്തെ ഈ ഇന്ദ്രലോകം എന്നൊക്കെ പറയില്ലേ, ഈ നമ്മൾ പണ്ട് സീരിയലിലും സിനിമയിലൊക്കെ കാണില്ലേ, അതുപോലെയുള്ള ഒരു സ്ഥലം. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന്. പിന്നെ അവിടെ എന്തൊക്കെയോ പൂജ ചെയ്യുന്നുണ്ടായിരുന്നു. വിഷ്ണുമായ ക്ഷേത്രമാണ്. നമ്മൾക്ക് വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ അറിയില്ല, ശിവനും പാർവതിയുടെയും മകനോ അങ്ങനെ എന്തോ ആണ് കഥ. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ നമ്മൾ അവിടെ പോവുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, നമ്മൾ വരിക. പിന്നെ ഇവിടെ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറിയാതെ പോയി ചാടാൻ നിൽക്കരുത്.
അതേ പറയുന്നുള്ളൂ. കാരണം നമുക്ക് കൂടുതലൊന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോഴേ ബാക്കി നമുക്ക് അറിയുള്ളൂ. പിന്നെ ഇതിൽ ഈ വിഷ്ണുമായ ക്ഷേത്രം എങ്ങനെയാണ് വന്നത്, അങ്ങനെ ഇതെല്ലാം ഇവിടെ ഒരു കഥ പോലെ ആ ചുമരിനകത്ത് ഇങ്ങനെ വിവരിച്ച് എഴുതിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും അവർ ഫസ്റ്റ് തൊട്ട് എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് ആ കഥയുണ്ടല്ലോ, ആ കഥയെല്ലാം ഈ ചുമരിനകത്ത് ഇങ്ങനെ കൊത്തുപണിയിൽ, മരത്തിൻ്റെ ഇതുകൊണ്ട് കൊത്തുപണിയിൽ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ആ കഥയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടേക്ക് നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ കുറേ അമ്പലം പോയി കഴിഞ്ഞാൽ അതിനകത്ത് പോയാൽ ഭയങ്കരമായിട്ട് നമുക്ക് പോസിറ്റീവായിട്ടൊരു എനർജി വന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഫുൾ നമുക്കിങ്ങനെ എന്താ പറയുക, കളർഫുള്ളാണല്ലോ. അപ്പം അത് കാണാൻ നമ്മൾക്ക് കണ്ണും നിറയും, മനസ്സും നിറയും, എല്ലാം നിറയും. പക്ഷേ അതാണ് ഞാൻ പിന്നെയും പറയണത്, പിന്നുന്നതൊന്നും പൊന്നല്ല എന്ന്. നമ്മൾ പോവുക അമ്പലത്തിൽ, അഥവാ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തൃശ്ശൂർ പോയിട്ട് ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് അടച്ചാൽ തന്നെ നമ്മൾ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്താലേ വരും. പോവുക, അമ്പലത്തിൽ പോവുക, തൊഴുതുക, വരിക, അങ്ങനെ മാത്രം ചെയ്യുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവിടെ എന്താണെന്ന് വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണക്കാർ പോയി കഴിഞ്ഞ് വെച്ചാൽ താങ്ങാൻ പറ്റാത്ത വഴിപാടും ചാർജൊക്കെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ഒരു എന്താ പറയുക, പൂജാരി ഉണ്ട്. നമുക്ക് ഈ അരുൾ പറയാമെന്നൊക്കെ പറയുമല്ലോ, അത് നിങ്ങൾ വേറെ ഭാഷയിൽ എങ്ങനെ പറയുക, കൃത്യമായിട്ട് എങ്ങനെ പറഞ്ഞു തരിക എന്നറിയില്ല. ഇപ്പോൾ ജ്യോതിഷം പോലെ ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് നമ്മുടെ കഷ്ടം പറയുകയാണെങ്കിൽ എന്ത് വഴിപാട് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്നുള്ളത് അവർ പറഞ്ഞു തരും. അത് പ്രകാരം നമ്മൾ ചെയ്യുക. പക്ഷേ അതിനൊക്കെ ഭയങ്കര ചാർജാണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാളും ചാർജാണ്. പിന്നെ ഈ കാണുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നതിന് കൊണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരുപാട് സിനിമാ നടികളും സെലിബ്രിറ്റികളൊക്കെ അതിന് വന്നിട്ടുണ്ട് അവിടെ. എന്താ തമിഴ്നാട്ടിലെ ഖുഷ്ബു, പിന്നെ നമ്മുടെ ശോഭന, മലയാളത്തിലെ ചിത്രാമ്മ, പിന്നെ SBB സാറില്ലേ അവർ, പിന്നെ യേശുദാസ് സാറ്, ഇങ്ങനെ ഒരുപാട് പേര് വന്നതിൻ്റെ ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ എന്ത് ടേസ്റ്റായിരുന്നു. സദ്യയാണ് ഉണ്ടായിരുന്നത്. ഭക്ഷണം സാമ്പാറാണെങ്കിലും ശരി, കൂട്ടുകറിയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അധികം മലയാളിയാണെങ്കിലും കൂടി എനിക്ക് ഈ പച്ചക്കറികളോട്, അതായത് ഞാൻ നോൺ വെജ് കൂടുതൽ കഴിക്കുന്നതല്ല, ഈ ഉപ്പേരിയൊക്കെ ഉണ്ടല്ലോ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പച്ചക്കറികൾ അധികം കഴിക്കില്ല. സാമ്പാറിലാണെങ്കിലും ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രം കഴിച്ച് ബാക്കിയുള്ളതൊക്കെ മാറ്റുന്നതാണ്. പക്ഷേ എനിക്ക് സാമ്പാറാണെങ്കിലും എല്ലാ കൂട്ടുകറിയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ പായസവും നല്ല സൂപ്പറായിരുന്നു. പിന്നെ ഇവർ ഈ വഴിപാടിനും നേർച്ചകളും ചെയ്യാനൊക്കെ ഒരുപാട് ചാർജ് വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ചിലപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസിനൊക്കെ ഒരുപാട് ചാർജ് ആവുന്നുണ്ടാവും തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഇത്രയധികം ചാർജ് വാങ്ങുന്നത്. കാരണം അത്രയ്ക്കും നല്ലൊരു അമ്പലം പറഞ്ഞ് പോസിറ്റീവായിട്ട് തോന്നും നമ്മൾക്ക്. അതിനകത്ത് കയറുമ്പോൾ ഫുൾ ഗോൾഡൻ കളറാണ്. ഫുൾ ഗോൾഡൻ കളർ വെച്ചാൽ നല്ല വർക്കൊക്കെ ചെയ്തിട്ട് കാണുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോയ പോലെ ഒരു ഫീല് നമുക്ക് തരുന്ന ഒരു അമ്പലം പറയുമ്പോൾ, അപ്പോൾ അതിന് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അതിനനുസരിച്ച് പൈസയൊക്കെ വേണമല്ലോ. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. അതിനകത്ത് നിന്നിട്ടും പുറത്ത് നിന്നിട്ടും ഒക്കെ ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം പോകുമോയെന്നൊന്നും അറിയില്ലല്ലോ. ഒരിക്കൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ പിന്നെ അടുത്ത പ്രാവശ്യം പോവോ എന്നുള്ളത് വലിയ ഉറപ്പൊന്നുമില്ല. കാരണം നിങ്ങളത് ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എക്സ്പീരിയൻസ് കൂടി ഒന്ന് പറയണേ. കാരണം എല്ലാം അങ്ങോട്ട് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇതാണ് പുറമേ ഉള്ള ആ ഒരു ഞങ്ങൾ ഫോട്ടോ എടുത്ത നമ്മൾ അകത്ത് എൻട്രൻസ് കയറുന്നതിന് മുമ്പുള്ളതാണ്. ശരിക്കും അവിടുത്തെ ചെറിയ ഈ കൊത്തുപണിയൊക്കെ കാണാനാണ് ഭംഗി. ഇത് കണ്ടോ, നല്ല വർക്കാണ്. ഫ്രണ്ടിൽ തന്നെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് പൈസ വേണമല്ലോ. നല്ല വൃത്തിയും നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിരിക്കും തോന്നുന്നു ഇത്രയും ചാർജൊക്കെ വാങ്ങുന്നത്. ഞാൻ ഇങ്ങനെ കേരളത്തിൽ വേറെ എവിടെയും ഇത്രയും നല്ലൊരു
വർക്ക് ചെയ്തിട്ടുള്ളൊരു അമ്പലം ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അമ്പലം ഞാൻ കാണുന്നത് തന്നെ. ആ ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ കൊത്തുപണിയൊക്കെ ചെയ്തിട്ട് നമ്മൾക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. മൊത്തത്തിൽ അത്ര നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാ പണിയും മറ്റേ കൊത്തുപണിയും അതൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വിഷ്ണുമായ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ശിവനും പാർവതിയുടെയും മകനാണെന്നാണ് കഥയിൽ പറയുന്നത്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു നന്ദികേശൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു വിഷ്ണുമായ വിഗ്രഹം പോലെ തന്നെ വലിയൊരു പ്രതിമയും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തായാലും പോയതിൽ ലാഭം കുറേ ഫോട്ടോ എടുത്തു എന്നുള്ളതാണ്.